TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന രണ്ടാമത്തെ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ മനസ്സിലായി കാണും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇവിടെ, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സമയം കളയേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ദേ നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഇൻ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. നോക്കൂ, ഒന്നാമതായിട്ട് തന്നെ നമ്മുടെ ഈ ചാപ്റ്ററിനെ നമുക്ക് 4 സെഷൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ, അതായത് അഗ്രികൾച്ചറിൽ കാർഷിക മേഖലയിൽ ബയോടെക്നോളജിയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് ഒന്നാമത്തത്. അതിനകത്ത് നമ്മൾ 2 പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന് BT കോട്ടൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, അതേപോലെ തന്നെ നെമറ്റോഡ് റെസിസ്റ്റൻറ്റ് ടുബാക്കോ. ഇത് രണ്ടുമാണ് നമ്മൾ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ, രണ്ടാമത് നമുക്ക് പഠിക്കേണ്ട ഈ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള ഒരു സെഷനാണത്, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ. മരുന്നിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ മെഡിസിനൽ ഫീൽഡിൽ എന്തൊക്കെയാണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ? അതിനകത്ത് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ജീൻ തെറാപ്പിയെക്കുറിച്ച് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ മോളിക്കുലാർ ഡയഗ്നോസിസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ, 2 ജീൻ തെറാപ്പി, 3 മോളിക്കുലാർ ഡയഗ്നോസിസ്. അതുപോലെ മൂന്നാമത് നമ്മുടെ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതുമായ ഒരു ക്വസ്റ്റ്യനാണ് ട്രാൻസ്ജീനിക് അനിമൽസ്. അവയുടെ യൂസസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസ്ജീനിക് അനിമലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്നത് ട്രാൻസ്ജീനിക് അനിമൽസ്. 4ാമത്തെ ടോപ്പിക്കാണ് ബയോപൈറസി. അപ്പോൾ ഈ ഒരു വളരെ കുറച്ച് സമയമുള്ള നമ്മുടെ ഈ നമുക്ക് മുന്നിലേക്ക് എന്ത് ചെയ്യാണ്, 4 ടോപ്പിക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് കവറപ്പ് ചെയ്യാനുള്ളത്. നമുക്ക് ഒട്ടും സമയം കളയാതെ പോകാം മക്കളെ. ഒന്നാമത്തെ ടോപ്പിക് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ. കാർഷിക മേഖലയിലുള്ള ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്താണ്? ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഞാൻ വെറുതെ ഒന്ന് നോക്കുകയാണ്. പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ ആൻഡ് അനിമൽസ് whose genes have been altered by manipulation are called genetically modified organism. 1 mark question. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? ഇൻ ആൻ ഓർഗാനിസം ലൈക്ക് പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ ഓർ അനിമൽസ്, എന്ത് തന്നെ ആവട്ടെ, ഏത് ഓർഗാനിസമോ ആവട്ടെ, ദ ഓർഗാനിസം ഹൂസ് ജീൻസ് ഹാവ് ബീൻ ഓൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ. ഏതെങ്കിലും ഒരു ജീവിയുടെ ജീൻ എന്ത് ചെയ്യുന്നു? മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ജീവിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആർ ദ ഓർഗാനിസംസ് ഹൂസ് ജീൻ വെയർ ഓൾട്ടേർഡ് ഓർ മാനിപ്പുലേറ്റഡ്. ഓക്കെ, ഇനി GM പ്ലാന്റ്സ് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഹാവ് ബീൻ യൂസ്ഫുൾ ഇൻ മെനി വേയ്സ്. ഇങ്ങനെ ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയ പ്ലാന്റുകളെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ ചില ഉപയോഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കൂ മക്കളെ, യൂസസ് ഓഫ് GM പ്ലാന്റ്സ്. ജനറലായിട്ട് നമ്മൾ പറയുകയാണ്, യൂസസ് നമ്മുടെ BT കോട്ടണിലേക്കും നെമറ്റോഡ് റെസിസ്റ്റൻറ്റ് ടുബാക്കോയിലും ഒക്കെ പോകുന്നതിന് മുമ്പ് വളരെ പ്രൈമറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 പോയിന്റുകൾ അവർ പറയുന്നുണ്ട്. വാട്ട് ആർ ദ യൂസസ് ഓഫ് GM പ്ലാന്റ്സ്? വേണമെങ്കിൽ നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ഇവിടുന്ന് ഒരു ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എന്താ പറയുന്നത് നോക്കിയേ, മെയ്ഡ് ക്രോപ്സ് മോർ ടോളറൻറ്റ് ടു എബയോട്ടിക് സ്ട്രെസ്സസ് ലൈക്ക് കോൾഡ്, ഡ്രാഫ്റ്റ്, സോൾട്ട്, ഹീറ്റ്. അപ്പോൾ ഈ GM പ്ലാന്റുകൾ അഥവാ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ, അതായത് ഒരു പ്ലാന്റിന് ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനമാണുള്ളത്? ഒന്നാമത്തെ പ്രയോജനം അവർ പറയുന്നത് ഇതാണ്, മെയ്ഡ് ക്രോപ്സ് മോർ ടോളറൻറ്റ് ടു എബയോട്ടിക് സ്ട്രെസ്സസ്. എബയോട്ടിക് സ്ട്രെസ്സുകളെ, അതായത് പുറമേ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സുകളെ കൂടുതൽ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ടോളറേറ്റ് ചെയ്യാൻ ഇത്തരം പ്ലാന്റുകൾക്ക് സാധിക്കും. ഏതൊക്കെയാണ്? കോൾഡ് ആയാലും, ഡ്രഫ്റ്റ് ആയാലും, അതേപോലെ തന്നെ സോൾട്ട് ആയാലും, ഹീറ്റ് ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള എബയോട്ടിക് സ്ട്രെസ്സുകളെ പ്ലാന്റുകൾക്ക് കൂടുതൽ ഓവർകം ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചേ, റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ് ഓർ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്പ്. അപ്പോൾ ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി നമുക്ക് വേണമെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്പുകൾ,
അതായത് പെസ്റ്റുകളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ക്രോപ്പുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, വളരെ ആരോഗ്യത്തിന് വളരെയധികം അപകടകാരികളായിട്ടുള്ള കെമിക്കൽ പെസ്റ്റിസൈഡുകളെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മൂന്നാമത്തെ പോയിൻ്റായിട്ട് എന്താ പറയുന്നത്? ഹെൽപ്ഡ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. വിളവെടുത്തതിന് ശേഷം ചെടികൾ നശിച്ചു പോകാറുണ്ടല്ലേ, നമ്മൾ വിളവെടുത്ത് വെച്ച വിളകളൊക്കെ ചിലപ്പോൾ നശിച്ചു പോകാറുണ്ട്. ഈ നശിച്ചു പോകുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്, വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നഷ്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ച്? ജനറ്റിക് മോഡിഫിക്കേഷൻ ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. ദിസ് പ്രിവെൻറ്റ് എയർലി എക്സോഷൻ ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അതായത് പ്ലാന്റുകൾക്ക് മിനറൽ യൂസേജ് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് മണ്ണിലുള്ള മാക്സിമം മിനറൽസിനെ എഫിഷ്യൻ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ ഈ പറയുന്ന ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെ സാധിക്കും. അപ്പോൾ ജനറ്റിക് മോഡിഫിക്കേഷൻ്റെ 4 യൂസസ് നമ്മൾ പറഞ്ഞു. ഒന്ന്, എബയോട്ടിക് സ്ട്രെസ്സുകളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ക്രോപ്പുകളെ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകളെ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒരു ക്രോപ്പിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് ഉണ്ടാവാതെ, വിളവെടുത്തതിന് ശേഷം അവ നശിച്ചു പോകാതെ അല്ലേ, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസിൽ നിന്ന് ഒരു റിലീഫ് ഉണ്ടാകും. അതേപോലെ തന്നെ മിനറൽ യൂസേജ് എഫിഷ്യൻസി, ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റുകൾ മിനറൽസ് യൂസ് ചെയ്യുന്ന ആ ഒരു എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ദ ഫുഡ്. വളരെ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ് ആണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർഗത്തിലൂടെ, ഈ ഒരു ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെ നമുക്ക് പ്ലാന്റുകളുടെ ന്യൂട്രീഷണൽ വാല്യൂ, അതിനകത്തുണ്ടാകുന്ന ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റും. ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട്, വൈറ്റമിൻ എ എൻറിച്ച്ഡ് റൈസ്. അതായത് വിറ്റാമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസ്. ഇപ്പോൾ വൈറ്റമിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജീൻ നമ്മൾ ആ ഒരു റൈസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ റൈസിനകത്ത് എന്ത് കൂടും? വൈറ്റമിൻ എയുടെ അളവ് കൂടും അല്ലേ. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രീഷണൽ വാല്യൂ കൂടിയ ഫുഡ് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ജനറൽ യൂസസ് ഓഫ് GM പ്ലാന്റ്സ്. GM പ്ലാന്റുകളുടെ ജനറൽ യൂസ്. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു പ്ലാന്റിനെ എടുത്ത് പഠിക്കുകയാണ്. അതാണ് BT കോട്ടൺ. BT കോട്ടൺ എന്താണ്? ഈ BT കോട്ടണിലെ BTയുടെ ഫുൾ ഫോം നിങ്ങൾ ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ അത് ആദ്യം ചോദിക്കുന്നത് ഈ ചോദ്യമായിരിക്കും. BT കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു കോട്ടൺ പ്ലാന്റിൽ ആ BT എന്തിനെ സൂചിപ്പിക്കുന്നു? ശ്രദ്ധിച്ച് കേൾക്കുക. ബാസിലസ് തുറിൻജെൻസിസ്. ബാസിലസ് തുറിൻജെൻസിസ്. ബാസിലസ് തുറിൻജെൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ് ചുരുക്കി BT എന്ന് എഴുതിയിരിക്കുന്നത്. ബയോടെക്നോളജി എന്നൊക്കെ പലരും തെറ്റിച്ചെഴുതാറുണ്ട്, തെറ്റാണ്. ബാസിലസ് തുറിൻജെൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പേരാണ് ചുരുക്കി BT കോട്ടൺ എന്ന് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. Some strains of the Bacillus thuringiensis produce proteins that kill certain insects such as Lepidopterans, tobacco budworm, armyworm, coleopterans, beetles, dipterans, flies and mosquitoes. അപ്പോൾ ബാസിലസ് തുറിൻജെൻസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയയെ കൊണ്ട് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോട്ടീനിന് ചില ഇൻസെക്റ്റുകളെ കൊല്ലാൻ കഴിയും. പ്രധാനമായിട്ടും ലെപ്പിഡോപ്റ്ററൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ചില ഇൻസെക്റ്റുകൾ, അതേപോലെ കോളിയോപ്റ്ററൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ചില ഇൻസെക്റ്റുകൾ, അതേപോലെ ഡിപ്റ്ററൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ചില ഇൻസെക്റ്റുകൾ, ഇവയാണ് മെയിനായിട്ട് ഈ പ്രോട്ടീൻ കൊല്ലുന്നത്. അപ്പോൾ ബാസിലസ് തുറിൻജെൻസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം പ്രോട്ടീനിനെ കൊണ്ട് ഇത്തരം ഗ്രൂപ്പിൽ പെടുന്ന, അതായത് ലെപ്റ്റിഡോപ്റ്ററൻസ്, കോളിയോപ്റ്ററൻസ്, ഡിപ്റ്ററൻസ് മുതലായ ഗ്രൂപ്പിൽ പെടുന്ന ആരെ കൊല്ലാൻ കഴിയും? ഇൻസെക്റ്റുകളെ, അതായത് ഇൻസെക്റ്റ് പെസ്റ്റുകളെ കൊല്ലാൻ കഴിയും. നമുക്കിപ്പോൾ തൽക്കാലം ആ പ്രോട്ടീനെ എന്ത് വിളിക്കാം? ഇൻസെക്റ്റുകളെ കൊല്ലുന്ന പ്രോട്ടീൻ ആയതുകൊണ്ട് ആ പ്രോട്ടീനെ നമുക്ക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് വിളിക്കാം. ഇൻസെക്റ്റുകളെ കൊല്ലുന്ന പ്രോട്ടീൻ എന്ന അർത്ഥത്തിൽ ഞാൻ അതിനെ എന്ത് വിളിക്കുന്നു? ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. The Bacillus thuringiensis forms protein crystals during a particular phase of their growth. These crystals contain a toxic insecticidal protein. അപ്പോൾ ഇത് എപ്പോഴാണ് ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ബാസിലസ് തുറിൻജെൻസിസിൻ്റെ ഒരു പ്രത്യേക ലൈഫ് സ്റ്റേജിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ അതിനൊരിക്കലും ഇതുകൊണ്ട് അപകടം ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ക്രിസ്റ്റലൈസ്ഡ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് ഈ പ്രോട്ടീൻ ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ദേ നോക്ക്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്രിസ്റ്റലിൻ്റെ ഉള്ളിലായിട്ടാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ബാസിലസ് തുറിൻജെൻസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം എന്താ? ഇതുകൊണ്ട് ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രോട്ടീൻ ഒരിക്കലും ആരുടെ ബോഡിയിൽ പ്രശ്നം ഉണ്ടാക്കത്തില്ല? ബാസിലസ് തുറിൻജെൻസിസിൻ്റെ ബോഡിയിൽ പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് നോക്കിയേ.
സ്പെസിഫിക് ബീറ്റി ടോക്സിൻ ജീൻ, ബാസിലസ് തുറിഞ്ചൻസിന്റെ ആ ഒരു ജീൻ ഉണ്ടല്ലോ, ആ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ, ആ ജീനിന്റെ പേരാണ് ക്രൈജീൻ, മറന്നുപോകരുത്, ക്രൈജീൻ. Were isolated from Bacillus thuringiensis and incorporated into several crop plants such as cotton. നമ്മൾ ചെയ്തൊരു ഐഡിയ നോക്കിയേ, എന്താ നമ്മൾ ചെയ്തത്? ബാസിലസ് തുറിഞ്ചൻസിന് നാച്ചുറലി ചില ഇൻസെക്റ്റുകളെ കൊല്ലാനുള്ള കഴിവുണ്ട്. എങ്ങനെ? ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. ആ പ്രോട്ടീൻ ആകട്ടെ എന്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്? ഒരു ക്രിസ്റ്റലൈസ്ഡ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ബാക്ടീരിയയ്ക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഇനിയിപ്പോൾ നമ്മളെടുത്ത് കഴിച്ചാൽ നമുക്കും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഇത് എപ്പോഴെങ്കിലും ആ ഇൻസെക്റ്റിൻ്റെ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ എത്തിയാൽ മാത്രമേ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ അലിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രോട്ടീൻ, ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ പുറത്തു വരികയുള്ളൂ. അപ്പോൾ മാത്രമേ ഇൻസെക്റ്റിന് അപകടം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ഇവർ ചെയ്തത്? ഇവർ ആ ഒരു ബീറ്റി ടോക്സിൻ ജീൻ ആ ബീറ്റി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ജീൻ ഉണ്ടല്ലോ, അതിനെ ഇപ്പോൾ ബീറ്റി ടോക്സിൻ ജീൻ എന്നാണ് വിളിക്കുന്നത്. ആ ബീറ്റി ടോക്സിൻ ജീൻ്റെ റിയൽ നെയിമാണ് ക്രൈജീൻ. അപ്പോൾ ഈ ക്രൈജീനിനെ ബാസിലസ് തുറിഞ്ചൻസിൻ്റെ ബോഡിയിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം എവിടവുമായി ഇൻകോർപ്പറേറ്റ് ചെയ്തു. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും അല്ലേ? ഏതെങ്കിലും ഒരു വെക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്ലാന്റിൻ്റെ ഉള്ളിൽ, ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കോട്ടൺ ആണ് പറയുന്നത്, കോട്ടൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കോട്ടൺ പ്ലാന്റിൻ്റെ സെല്ലുകൾക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കിട്ടും? ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻസെക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇൻസെക്റ്റുകളെ ആർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? കോട്ടൺ പ്ലാന്റിന്. അതിന് കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെ വല്ലതും സഹായം വേണോ? വേണ്ട. അപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡുകളെ നമുക്ക് ഉപയോഗിക്കുകയേ വേണ്ട. നോർമലി ഓട്ടോമാറ്റിക്കലി ആ പ്ലാന്റിനൊരു ഇൻസെക്റ്റ് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കിട്ടി, അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി കിട്ടി അല്ലേ? ഇനി നോക്കിയാൽ മക്കളെ, ഒരു ചോദ്യം നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ 2014 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഏകദേശം 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നോക്കിയേ, ബീറ്റി കോട്ടൺ ഈസ് റിഗാർഡഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. വാട്ട് ഡസ് BT സ്റ്റാൻഡ്സ് ഫോർ? സാറ് പറഞ്ഞ അതേ ചോദ്യം. BT എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പം നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞോളൂ. ബാസിലസ്, അതൊരു ബാക്ടീരിയയുടെ പേരാണ്, ബാസിലസ് തുറിഞ്ചൻസിസ്. എന്തുകൊണ്ടാണ് ആ പേര് അതിൻ്റെ കൂടെ ആഡ് ചെയ്തത്? കാരണം ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്രൈജീൻ എന്ന് പറയുന്ന ഒരു ജീനാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്തത്? ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, ഈ ഒരു BT കോട്ടൺ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാൽ മക്കളെ, using genetically modified crops, farmers can minimize use of insecticides and pesticides during cultivation. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് യൂസ് ചെയ്യുന്നതിലൂടെ, GMC നമുക്ക് ചുരുക്കി പറയാം, GMCകൾ യൂസ് ചെയ്യുന്നതിലൂടെ കർഷകർക്ക് എന്ത് കുറച്ച് ഉപയോഗിച്ചാൽ മതി? പിന്നെ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ശരിയല്ലേ? ഗീവ് നെയിം ഓഫ് വൺ സച്ച് ജനറ്റിക്കലി മോഡിഫൈഡ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്പ്. അത്തരത്തിൽ നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്പിൻ്റെ പേരെഴുതുക. ഏതാണ് ആ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്പ്? ഞാനിവിടെ എഴുതുന്നു, BT കോട്ടൺ. വിച്ച് ജീൻ ഈസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ഷൻ? ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ച ജീനിൻ്റെ പേരെന്താണ്? ഞാൻ എഴുതുന്നു, ക്രൈജീനാണ് അല്ലേ? ക്രൈജീനാണ്. നെയിം ദ സോഴ്സ് ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ജീൻ. എവിടുന്നാണ് നമുക്ക് ഈ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ജീൻ കിട്ടുന്നത്? അഥവാ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എവിടുന്നാണ് കിട്ടിയത്? ബാസിലസ് തുറിഞ്ചൻസിസ് ബാക്ടീരിയ. ശരിയല്ലേ? ബാസിലസ് തുറിഞ്ചൻസിസ് ബാക്ടീരിയ. ഓക്കെ, ബാസിലസ് തുറിഞ്ചൻസിസ് ബാക്ടീരിയ. റൈറ്റ് അബൌട്ട് ഇറ്റ്സ് മോഡ് ഓഫ് ആക്ഷൻ. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ദ ബാസിലസ് തുറിഞ്ചൻസിസ് നാച്ചുറലി ഹാവ് ആൻ എബിലിറ്റി ടു കിൽ സം ഇൻസെക്ട്സ് by using a protein called insecticidal protein, which was produced by a gene called crygene. This crygene is isolated and incorporated into the cells of some plants like cotton. കോട്ടൺ പോലുള്ള ചില പ്ലാന്റുകളുടെ സെല്ലുമായിട്ട് അതിനെ എന്ത് ചെയ്തു? ആ ജീനിനെ മുറിച്ചെടുത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതിലൂടെ ദ പ്ലാന്റ് സെൽ ഓൾസോ ഗെറ്റ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആൻഡ് ഹെൻസ് ടു റെസിസ്റ്റ് ദ പെസ്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ പ്ലാന്റ് സെല്ലിനും കിട്ടി. ഓക്കെ, ഇതല്ലേ നമ്മൾ എഴുതേണ്ടത്? ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ മാർക്കിൻ്റെ ഒരു ചോദ്യമായിരുന്നു. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഏകദേശം 4 മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു പാർട്ടിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എടുത്ത് നമ്മൾ പഠിക്കുകയാണ്, നെമറ്റോഡ് റെസിസ്റ്റൻറ്റ് ടുബാക്കോ. ആദ്യം നമ്മൾ അഗ്രികൾച്ചർ, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ നമ്മൾ നോക്കിയപ്പോൾ ആദ്യം നമ്മൾ ആരുടെ കാര്യം നോക്കി? പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ GM ക്രോപ്പുകളുടെ അല്ലെങ്കിൽ GM പ്ലാന്റ്സിൻ്റെ ഉപയോഗങ്ങൾ ജനറലായിട്ട് നോക്കി. അതിനുശേഷം പെസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടിയ ഒരു കോട്ടൺ പ്ലാന്റിനെ കുറിച്ച് നമ്മൾ നോക്കി, BT കോട്ടൺ. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് നെമറ്റോഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടുബാക്കോ.
എന്ന് വെച്ചാൽ ടുബാക്കോയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നെമറ്റോഡുണ്ട്. ആ നെമറ്റോഡിൻ്റെ പേര് നമ്മളിപ്പോൾ പഠിക്കും. എന്തേ നോക്കിയേ, സെവറൽ നെമറ്റോഡ് പാരസൈറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ നോക്കിയേ, ചില പാരസൈറ്റൈസ്, അതായത് ചില നെമറ്റോഡുകൾ, മിക്കവാറും നെമറ്റോഡുകൾ പ്ലാന്റുകളിലും അനിമൽസിലും ഒക്കെ എന്തായി മാറാറുണ്ട്, പാരസൈറ്റായിട്ട് മാറാറുണ്ട്. ഈ നെമറ്റോഡ് മെലോയിഡിഗൈനെ ഇൻകോഗ്നീഷ്യ, മെലോയിഡിഗൈനെ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു നെമറ്റോഡ്. ഈ നെമറ്റോഡിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചോണേ. എന്താണ് അതിൻ്റെ പേര്? മെലോയിഡിഗൈനെ ഇൻകോഗ്നീഷ്യ. ഇൻഫെക്റ്റ് ദ റൂട്ട് ഓഫ് ടുബാക്കോ പ്ലാന്റ്സ് ആൻഡ് കോസ് ഗ്രേറ്റ് റിഡക്ഷൻ ഇൻ ഈൽഡ്. അപ്പോൾ ഈ ഒരു ഈ നെമറ്റോഡ് ആരെ ഇൻഫെക്റ്റ് ചെയ്യും? ടുബാക്കോയുടെ റൂട്ടിനെ ഇൻഫെക്റ്റ് ചെയ്ത് ടുബാക്കോ പ്ലാന്റിനെ നശിപ്പിച്ചു കളയും. എ നോവൽ സ്ട്രാറ്റജി വാസ് അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ദിസ് ഇൻഫെസ്റ്റേഷൻ വിച്ച് വാസ് ബേസ്ഡ് ഓൺ ദ പ്രോസസ് RNA ഇൻ്റർഫറൻസ് ഓർ RNAi, അല്ലെങ്കിൽ ഇനി നമ്മൾ പറയും mRNA സൈലൻസിങ്. അപ്പോൾ mRNA സൈലൻസിങ് അല്ലെങ്കിൽ RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ഒരു നെമറ്റോഡിൻ്റെ ഇൻഫെക്ഷനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. മക്കളെ, വളരെ ഈസിയാണ്. ഇതിനെക്കുറിച്ച് ഈ മോഡൊന്നും ഞാൻ വിശദമാക്കുന്നില്ല, കാരണം ഇപ്പം നിങ്ങൾക്ക് വിശദമാക്കി തന്നാൽ നമുക്കത് വിശദമായി പഠിക്കാനുള്ള സമയമില്ല. നമുക്കിവിടുന്ന് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രം നോക്കിയാൽ മതി. എന്നാലും സാറൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഈ ഒരു നെമറ്റോഡിൻ്റെ ബോഡിയിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ടുബാക്കോയുടെ പ്ലാന്റ് സെല്ലാണെന്നിരിക്കട്ടെ. ഇതൊരു ടുബാക്കോയുടെ പ്ലാന്റ് സെല്ലാണ്, ടുബാക്കോ പ്ലാന്റ് സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് ഒരു നെമറ്റോഡ് വരുന്നു. ദിസ് ഈസ് ദ നെമറ്റോഡ്. ഈ നെമറ്റോഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. mRNA എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, മെസ്സഞ്ചർ RNA. ഈ മെസ്സഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തിലേക്ക് ഇടും? ഈ പറയുന്ന നമ്മുടെ ടുബാക്കോയുടെ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇടും. അപ്പോൾ ഈ mRNAക്ക് സ്വാഭാവികമായിട്ടും ടുബാക്കോയുടെ DNA-യിൽ നിന്നുണ്ടാകുന്ന mRNAക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നതോടൊപ്പം ഈ നെമറ്റോഡിൻ്റെ mRNAക്കും ട്രാൻസ്ലേഷൻ നടക്കത്തില്ലേ? നടക്കും. അപ്പം നെമറ്റോഡിൻ്റെ ചില പ്രോട്ടീൻസ് ആയിരിക്കത്തില്ലേ അതിനകത്ത് ഉണ്ടാകുന്നത്, സെല്ലിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രോട്ടീൻസ് ആരെ നശിപ്പിച്ച് കളയും? സെല്ലിനെ നശിപ്പിച്ച് കളയും. എന്നാൽ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? നമ്മളായിട്ടൊരു DNA അങ്ങ് പ്രിപ്പയർ ചെയ്തു. ആ DNA-യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ mRNA ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടു ദ നെമറ്റോഡ് mRNA. എന്തോ പ്രത്യേകത? നമ്മൾ ഈ വെച്ചു കൊടുക്കുന്ന DNA സ്ട്രാൻഡിന്, അതായത് ഞാനിപ്പോൾ ഈ ഒരു ടുബാക്കോ പ്ലാന്റിനകത്തേക്ക് ഒരു പുതിയ DNA സ്ട്രാൻഡ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പുതിയ DNA സ്ട്രാൻഡ് ഞാൻ വെച്ചു കൊടുക്കുന്ന DNA-യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ DNA-ക്ക് ഒരു mRNA ഉണ്ടാക്കാൻ പറ്റും. ആ mRNA ഈസ് കോംപ്ലിമെൻ്ററി ടു ദ നെമറ്റോഡ് mRNA. ഞാൻ പുതിയതായിട്ട് വെച്ചു കൊടുത്ത DNA-യിൽ നിന്നുണ്ടാകുന്ന mRNA ആർക്ക് കോംപ്ലിമെൻ്ററി ആയിരിക്കും? ഈ നെമറ്റോഡിൻ്റെ mRNAക്ക് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഈ നെമറ്റോഡിൻ്റെ mRNA വരുന്ന സമയത്ത് മറ്റേ mRNA പോയി ഇതുമായിട്ട് ബൈൻഡ് ചെയ്തില്ലയോ? ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്താൽ പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് mRNA ആയില്ലയോ? അത് ആയി. DSmRNA അഥവാ ഡബിൾ സ്റ്റാൻഡേർഡ് mRNA ആയി. ഡബിൾ സ്റ്റാൻഡേർഡ് mRNA ആയാൽ പിന്നെ ആ mRNAക്ക് ട്രാൻസ്ലേഷൻ നടക്കുമോ? mRNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നാൽ മാത്രമേ ട്രാൻസ്ലേഷൻ നടക്കുമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ സോളജി ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? mRNA എപ്പോഴും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റും ഒക്കെ അതിനകത്ത് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. എന്നാൽ ഇവിടെ എന്തായിപ്പോയി? mRNA ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിപ്പോയി. എന്താ കാരണം? mRNA ഡബിൾ സ്റ്റാൻഡേർഡ് ആവാൻ കാരണം എന്താ? നെമറ്റോഡിൻ്റെ mRNAക്ക് കോംപ്ലിമെൻ്ററി ആയ ഒരു mRNA ഇപ്പോൾ സൈറ്റോപ്ലാസ്റ്റിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നു? നമ്മൾ വെച്ച് കൊടുത്ത DNA-യിൽ നിന്നുണ്ടായി അല്ലേ? നമ്മളൊരു പുതിയ DNA അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ആ DNA-യുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ mRNA വിച്ച് ഈസ് കോംപ്ലിമെൻ്ററി ടു ദ DNA സ്ട്രാൻഡ്, കോംപ്ലിമെൻ്ററി ടു ദ നെമറ്റോഡ് mRNA. നെമറ്റോഡ് mRNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു DNA സ്ട്രാൻഡാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തത്. അതാണ് കാരണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു mRNAയുടെ ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് mRNA സൈലൻസിങ് അല്ലെങ്കിൽ RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഒരു ജീവിയുടെ ഉള്ളിൽ ഒരു mRNA അതിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് mRNA സൈലൻസിങ് അല്ലെങ്കിൽ RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. നോക്കിയാൽ മക്കളെ, ഇതാ ഇവിടെ പറയുന്നുണ്ട്, RNA interference takes place in all eukaryotic organism as a method of cellular defense. അപ്പോൾ ഈ RNA interference എന്തിനാണ് സാധാരണ സെല്ലുകളിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലുലാർ ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, കോശത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. This method involves the silencing of a specific mRNA due to complementary double-stranded RNA molecule that bind to and prevent the translation of mRNA. നോക്കിയേ മക്കളെ, സൈലൻസിങ്, അതായത് mRNA സൈലൻ്റ് ആക്കുക. എങ്ങനെ mRNA സൈലൻ്റ് ആക്കുക? ആ mRNAക്ക് കോംപ്ലിമെൻ്ററി ആയ ഒരു DSmRNA അഥവാ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA
എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സൈറ്റോപ്ലാസത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു RNA കയറി നമ്മുടെ RNAയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്താവും? നമ്മുടെ സൈലൻ്റ് ആക്കേണ്ട RNAയുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ RNA എന്തായി മാറും? ഡബിൾ സ്റ്റാൻഡേർഡ് mRNA ആയിട്ട് മാറും. ഡബിൾ സ്റ്റാൻഡേർഡ് mRNAക്ക് പിന്നെ എന്ത് നടക്കത്തില്ല? ട്രാൻസ്ലേഷൻ നടക്കത്തില്ല. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് സൈലൻസിങ് ഓഫ് എ സ്പെസിഫിക് mRNA ഡ്യൂ ടു കോംപ്ലിമെൻ്ററി dsRNA മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു ആൻഡ് പ്രിവെൻറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ആൻ mRNA. ദിസ് പ്രോസസ് ഈസ് കോൾഡ് mRNA സൈലൻസിങ്. കൃത്യമായി ഇതൊന്ന് പഠിച്ചോണം. ഓക്കെ, ഇനി ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, ഇതേ നോക്കൂ. Infestation of Meloidogynae incognita in the roots of tobacco plants can be prevented through a novel strategy. Name the strategy. അപ്പോൾ ടുബാക്കോ പ്ലാന്റിനെ ബാധിക്കുന്ന ഈ ഒരു നെമറ്റോഡ് ഇൻഫെക്ഷൻ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗം ഏതാണ്? അതിൻ്റെ പേരൊന്ന് എഴുതുക. എന്താണ്? RNA ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ mRNA സൈലൻസിങ്. RNA ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ mRNA സൈലൻസിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻഫെക്ഷൻ ബൈ നെമറ്റോഡ് കോസ് ത്രെട്ട് ടു കൾട്ടിവേഷൻ ആൻഡ് ഈൽഡ് ലോസ് ഓഫ് ടൊബാക്കോ പ്ലാന്റ്സ്. ഓക്കെ, എ സ്ട്രാറ്റജി ഹാവ് ബീൻ ഡെവലപ്ഡ് അറ്റ് RNA ലെവൽ ടു കൺട്രോൾ ദിസ് ഇൻഫെസ്റ്റേഷൻ. നെയിം ദ പ്രോസസ്. വീണ്ടും നമ്മൾ നേരത്തെ എഴുതിയ അതേ ഉത്തരം തന്നെ, RNA സൈലൻസിങ്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് വർക്ക്സ് അറ്റ് മോളിക്കുലാർ ലെവൽ. മോളിക്കുലാർ ലെവലിൽ ഈ പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? mRNA ഇതാ ഈ കാര്യം എഴുതിയ വെച്ചാൽ മതി. RNA ഇൻ്റർഫറൻസ് എന്താണെന്നുള്ള കാര്യം എഴുതിയ വെച്ചാൽ മതി. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് സൈലൻസിങ് ഓഫ് എ സ്പെസിഫിക് mRNA ഡ്യൂ ടു കോംപ്ലിമെൻ്ററി dsRNA മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു ആൻഡ് പ്രിവെൻറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ദ mRNA. ഇത്രയും മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ നെമറ്റോഡ് റെസിസ്റ്റൻറ്റ് ടൊബാക്കോ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ മെഡിസിനാണ്. അതായത് മെഡിസിനൽ സയൻസിൽ ബയോടെക്നോളജി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിലുള്ള യൂസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് പഠിക്കുന്നത്? മെഡിസിനൽ സയൻസിൽ ബയോടെക്നോളജി എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്. അതിലൊന്നാമത്തതാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. അതായത് നമുക്കിപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടല്ലോ. പണ്ട് കാലത്ത് ഈ ഒരു ഇൻസുലിന് വളരെയധികം വില കൂടുതലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്നത് വേറൊരു രീതിയിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്താണ് ഇൻസുലിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് അതുകൊണ്ട് വളരെ ചീപ്പായിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇൻസുലിൻ ടാബ്ലറ്റും അല്ലെങ്കിൽ ഇൻസുലിൻ പോലുള്ള ഹോർമോൺസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഇൻസുലിൻ ഫോർ ഡയബറ്റിസ് വാസ് ഇനിഷ്യലി സോഴ്സ്ഡ് ഫ്രം പാൻക്രിയാസ് ഓഫ് സ്ലോട്ടേഡ് കാറ്റിൽസ് ആൻഡ് പിഗ്സ്. പണ്ട് കാലങ്ങളിൽ ഇൻസുലിൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത് എവിടെ നിന്നായിരുന്നു? അറവുശാലകളിൽ നിന്നും ഈ പറയുന്ന ചില കാറ്റിൽസ് അല്ലേ, അവിടെയൊക്കെ അറക്കുന്ന കന്നുകാലികളിൽ നിന്നും അതേപോലെ പന്നികളിൽ നിന്നും ഒക്കെ അവരുടെ പാൻക്രിയാസിൽ നിന്നായിരുന്നു പണ്ട് നമ്മൾ ഈ പറയുന്ന ഇൻസുലിൻ എടുത്തിരുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഓരോ ഡോസ് ഇൻസുലിൻ നമുക്ക് വേണമെങ്കിൽ ഓരോ ജീവിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൊല്ലേണ്ടി വരും. അപ്പോൾ അത്രയും ചിലവ് അതിന് കൂടുതലായിരുന്നു. ഓക്കെ, ഹൗവർ ഇൻസുലിൻ ഫ്രം ആനിമൽസ് ഒറിജിൻ ലീഡ് ടു അലർജിക് റിയാക്ഷൻസ് ഓർ അതർ അഡ്വേഴ്സ് റെസ്പോൺസ് ഇൻ സം പേഷ്യൻസ് ഡ്യൂ ടു ഫോറിൻ പ്രോട്ടീൻ. എന്ന് മാത്രവുമല്ല മക്കളെ പ്രശ്നം, ഇത്രയധികം ചിലവാക്കി നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഇൻസുലിൻ ഒരു പ്രശ്നമുണ്ട്. ഈ ഇൻസുലിൻ ചില മനുഷ്യരുടെയെങ്കിലും ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കും. കാരണം എന്താ? അത് മറ്റൊരു ജീവിയുടെ ശരീരത്തെ പ്രോട്ടീൻ അല്ലേ. ആ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെ എന്തെന്നേ കരുതുകയുള്ളൂ നമ്മൾ? ഒരു പാത്തോജൻ അല്ലെങ്കിൽ ഒരു ആൻറ്റിജനായിട്ടേ നമ്മൾ കരുതുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നമ്മൾ എന്ത് സ്വീകരിക്കും? ഇമ്മ്യൂണൽ റെസ്പോൺസ് സ്വീകരിക്കും. അതൊരു പ്രശ്നമായിരുന്നു പണ്ട് കാലത്ത്. എന്നാൽ ഇൻസുലിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ്, നെയ്മിലി ചെയിൻ എ ആൻഡ് ചെയിൻ ബി ലിങ്ക്ഡ് ടുഗദർ ബൈ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്. അപ്പോൾ ഈ ഇൻസുലിൻ നിർമ്മിച്ചിരിക്കുന്ന മക്കളെ പ്രധാനമായിട്ടും 2 ചെയിനുകൾ യൂസ് ചെയ്തിട്ടാണ്. പോളിപെപ്റ്റൈഡ് ചെയിൻ എയും പോളിപെപ്റ്റൈഡ് ചെയിൻ ബിയും. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ എയും ബിയെയും ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഇൻസുലിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇൻസുലിനകത്ത് പ്രധാനമായിട്ട് 2 പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്. പോളിപെപ്റ്റൈഡ് ചെയിൻ എയും ഉണ്ട്, പോളിപെപ്റ്റൈഡ് ചെയിൻ ബിയും ഉണ്ട്. രണ്ടിനെയും ഡൈസൾഫൈഡ് ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. In mammals, including humans, insulin is initially synthesized as a pro-hormone, similar to proenzyme, requiring processing to become a fully mature and functional hormone. നോക്കൂ മക്കളെ, യൂക്കാരിയോട്സിൽ അതായത് മാമൽസിലൊക്കെ ആണെങ്കിൽ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളൊക്കെ മാമൽസ് അല്ലേ, അപ്പം നമ്മളിൽ ഈ ഇൻസുലിൻ ഫോം ചെയ്യുന്നത് ഈ രൂപത്തിലല്ല, ഞാനിപ്പോൾ വരച്ച ഈ രൂപത്തിലല്ല, പകരം ഒരു പ്രോ ഇൻസുലിനായിട്ടാണ്, അഥവാ ഒരു പ്രോ ഹോർമോണായിട്ടാണ്. എന്ന് വെച്ചാൽ അത് ആക്റ്റീവ് അല്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ എ പോളിപെപ്റ്റൈഡിനും ബി പോളിപെപ്റ്റൈഡിനും
അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ എ പോളിപെപ്റ്റൈഡിനും ബി പോളിപെപ്റ്റൈഡിനും ഇടയിൽ സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അതാണ് പ്രശ്നം. അതിനെ മുറിച്ചു മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഒരു ഇൻസുലിൻ മോളിക്യൂൾ, ഒരു ആക്റ്റീവ് ഇൻസുലിൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 പോളിപെപ്റ്റൈഡ് ചെയിനുകളേ ഉള്ളൂ, പോളിപെപ്റ്റൈഡ് ചെയിൻ എയും പോളിപെപ്റ്റൈഡ് ചെയിൻ ബിയും. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാമൽസിൻ്റെ ബോഡിയിൽ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോ ഇൻസുലിനായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ആക്റ്റീവ് ഇൻസുലിനാക്കി മാറ്റുന്നത്. ഈ പ്രോ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ എയും ബിയും കൂടാതെ സി പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ പെപ്റ്റൈഡ് കൂടെ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രോ ഹോർമോൺ കണ്ടെയ്ൻസ് ആൻ അഡീഷണൽ സ്ട്രെച്ച് നോൺ ആസ് സി പെപ്റ്റൈഡ് വിച്ച് ഈസ് ആബ്സെൻറ്റ് ഇൻ മെച്വർ ഇൻസുലിൻ. ഈ സി പെപ്റ്റൈഡ് മെച്വർ ഇൻസുലിനിൽ ആബ്സെൻ്റ് ആയിരിക്കും, എന്നാൽ പ്രോ ഇൻസുലിൻ ഇത് പ്രസൻ്റ് ആണ്. ആൻഡ് ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ് ദ മെച്ചുറേഷൻ പ്രോസസ്. ഇനി അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റുകളെല്ലാം ഒരു കാര്യത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. അതായത് നമ്മുടെ ഇൻസുലിൻ ജീൻ കട്ട് ചെയ്ത് ഈക്കോളി ബാക്ടീരിയക്കകത്ത് വെച്ച് ഈക്കോളിയെ കൊണ്ട് പ്രോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. ആ പ്രോ ഇൻസുലിനെ പിന്നീട് ആക്റ്റീവ് ഇൻസുലിനാക്കി മാറ്റി. അതായത് ഈ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്തിട്ട് ആക്റ്റീവ് ഇൻസുലിനാക്കി മാറ്റി. പക്ഷേ ഈ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല, വളരെയധികം പണിയാണത്. എന്ന് വെച്ചാൽ കൂടുതൽ പൈസ ചിലവ് വരും അതിന്. അതായത് വലിയ മാറ്റമൊന്നും വന്നില്ല, പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇൻ 1983 1983 ദ അമേരിക്കൻ കമ്പനി എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി 1983 പ്രിപ്പയർഡ് 2 DNA സീക്വൻസസ് കറസ്പോണ്ടിങ് ടു ചെയിൻ എ ആൻഡ് ബി ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ. നോക്കൂ മക്കളെ, നമ്മുടെ DNA-യിലിരിക്കുന്ന ഇൻസുലിൻ ജീനെ കട്ട് ചെയ്ത് ഒരു ഈക്കോളിയിൽ വെച്ച് പ്രോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രോ ഇൻസുലിനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തത്? അവർ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ എക്കും ബിക്കും ഇടയ്ക്ക് സി ഉള്ളതല്ലായിരുന്നോ പ്രശ്നം? നമ്മൾ ആ സിയെ റിമൂവ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ ചെയ്തത് ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ എയും ബിയും സെപ്പറേറ്റായി നിർമ്മിക്കാൻ കഴിയുന്ന 2 DNA സീക്വൻസസ് ഉണ്ടാക്കി. They synthesize 2 DNA sequences that can produce an mRNA that can synthesize polypeptide chain A and B separately. ഒരു DNA സ്ട്രാൻഡിനെ കൊണ്ട് സീക്വൻസിനെ കൊണ്ട് പോളിപെപ്റ്റൈഡ് ചെയിൻ എയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മറ്റേ DNA സീക്വൻസിനെ കൊണ്ട് പോളിപെപ്റ്റൈഡ് ചെയിൻ ബിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 2 പോളിപെപ്റ്റൈഡ് ചെയിനെയും സെപ്പറേറ്റ് 2 ബാക്ടീരിയകളിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. നോക്കൂ, these DNA sequences were introduced into plasmids of Escherichia coli or E. coli to produce insulin chain separately. അവർ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ എയെയും ബിയെയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ദ ചെയിൻ എ ആൻഡ് ബി വെയർ എക്സ്ട്രാക്റ്റഡ് ആൻഡ് കമ്പൈൻഡ് ബൈ ക്രിയേറ്റിംഗ് ഡൈസൾഫൈഡ് ബോണ്ട്. എന്നിട്ട് വളരെ ഈസിയാണ്. രണ്ടിടത്തുനിന്ന് നമ്മൾ പോളിപെപ്റ്റൈഡ് ചെയിൻ എയെയും ബിയെയും കൊണ്ടുവന്നിട്ട് എന്തുപയോഗിച്ച് കമ്പൈൻ ചെയ്തു? ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് കമ്പൈൻ ചെയ്തു, റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ. അതെന്തിന് കാരണമായി? ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ആവാൻ കാരണമായി. ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് സി പെപ്റ്റൈഡ്? എന്താണ് സി പെപ്റ്റൈഡ് എന്ന് ചോദിക്കും. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ സ്ട്രെച്ച് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ പ്രസൻറ്റ് ഇൻ ദി പ്രോ ഇൻസുലിൻ അല്ലെങ്കിൽ പ്രോ ഹോർമോണൽ ഇൻസുലിൻ. പ്രോ ഇൻസുലിനകത്ത് കാണപ്പെടുന്ന ഒരു അഡീഷണൽ സ്ട്രെച്ച്, ഒരു അധികമായിട്ടുള്ള ഒരു സ്ട്രെച്ച് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ പറയുന്ന പേരാണ് സി പെപ്റ്റൈഡ്. എക്കും ബിക്കും ഇടയ്ക്ക് ഒരു സിയും കൂടെ ഉണ്ട്. ആ സിയെ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദൗത്യം. എന്നാൽ ആ സി ഉണ്ടാകാത്ത രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എലി ലില്ലി എന്ന് പറയുന്ന കമ്പനിക്ക് കഴിഞ്ഞു. എങ്ങനെ? പോളിപെപ്റ്റൈഡ് ചെയിൻ എയും ബിയെയും അവർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി. കാരണം അതിനെ മാത്രം, പോളിപെപ്റ്റൈഡ് ചെയിൻ എയെ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു DNA സീക്വൻസ് അവരുണ്ടാക്കി, പോളിപെപ്റ്റൈഡ് ബിയെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു DNA സീക്വൻസ് അവരുണ്ടാക്കി. 2 ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോളിപെപ്റ്റൈഡ് ചെയിൻ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പിന്നീട് അവരെ ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. ഇതാണ് എലി ലില്ലി കമ്പനി ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒബ്സർവ് ദ ഗിവൻ ഡയഗ്രാം ഷോയിങ് ദ പ്രോസസ് ഓഫ് മെച്ചുറേഷൻ ഓഫ് ഇൻസുലിൻ. ദ പ്രോ ഇൻസുലിനകത്തൊരു സി പെപ്റ്റൈഡ് ഉണ്ട്. ദിസ് ഈസ് ദ സി പെപ്റ്റൈഡ്. ഇവിടെ ഒരു സി പെപ്റ്റൈഡ് ഉണ്ട്. ഈ സി പെപ്റ്റൈഡിനെ മുറിച്ചു മാറ്റി ഒരു ആക്റ്റീവ് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ചിത്രമാണിത്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പ്രോ ഇൻസുലിൻ. പ്രോ ഇൻസുലിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക. വളരെ ഈസി. ദ പ്രോ ഇൻസുലിൻ കണ്ടെയ്ൻ പോളിപെപ്റ്റൈഡ് ചെയിൻ എ, polypeptide chain B and an additional stretch of polypeptide called C-peptide. Okay. What are the changes that occur in pro-insulin when it becomes mature insulin? Pro-insulin എന്ത് ചേഞ്ച് ആണ് വരുന്നത് മെച്ചുവർ ഇൻസുലിനായി മാറുമ്പോൾ? ദ സി പെപ്റ്റൈഡ് വെയർ റിമൂവ്ഡ് ഫ്രം ദ പ്രോ ഇൻസുലിൻ. പ്രോ ഇൻസുലിനിൽ നിന്ന് നമ്മൾ എന്ത് റിമൂവ് ചെയ്യും? പോളിപെപ്റ്റൈഡ് ചെയിൻ സി റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യും. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ നമ്മൾ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ജീൻ തെറാപ്പി. ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻ മെഡിസിനിലെ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ജീൻ തെറാപ്പി എന്താണെന്നുള്ളത്. നോക്കൂ മക്കളെ, എന്താണ് ജീൻ തെറാപ്പി? നിരവധി പ്രാവശ്യം ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ജീൻ തെറാപ്പി? എന്താണ് ജീൻ തെറാപ്പി എന്നുള്ളത് നോക്കി.
Gene therapy is a collection of methods that allows correction of a gene defect that has been diagnosed in a child or embryo. നോക്കൂ, എന്താണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളക്ഷൻ ഓഫ് മെത്തേഡാണ്. ഒരു മെത്തേഡിനെ അല്ല നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്, കുറേയധികം മെത്തേഡ്സ് ഉണ്ട്. എന്തിനു വേണ്ടി? ദാറ്റ് അലൗസ് കറക്ഷൻ ഓഫ് എ ജീൻ, ഒരു ജീനിൻ്റെ കറക്ഷനുമായി ബന്ധപ്പെട്ട് ജീൻ ഡിഫക്റ്റ് ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ, ഒരു കുഞ്ഞിലോ അല്ലെങ്കിൽ ഒരു എംബ്രിയോ ഭ്രൂണത്തിൽ നിന്നോ കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ഒരു ജീൻ കറക്ഷൻ അല്ലെങ്കിൽ ഒരു ജീനിൻ്റെ ഡിഫക്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താ? ജീനിലുണ്ടാകുന്ന ഡിഫക്റ്റുകളാണ്. അപ്പോൾ ഈ ജീൻ ഡിഫക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ജീനിനെ റിപ്പയർ ചെയ്യുക, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ തെറാപ്പി എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ഹിയർ ജീൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു എ പേഴ്സൺസ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ടു ട്രീറ്റ് എ ഡിസീസ്. ഇവിടെ ഒരു അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഒരാളിൻ്റെ സെല്ലിലേക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്? ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. Correction of a genetic defect involve delivery of a normal gene into the individual or embryo to take over the function and compensate for the non-functional gene. അപ്പോൾ എംബ്രിയോയിലായാലും ശരി ചൈൽഡിലായാലും ഒരു ഇൻഡിവിജ്വലിൽ രോഗമുണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജീൻ നോൺ ഫങ്ഷണലായി പോകുന്നതായിരിക്കും അല്ലെങ്കിൽ മിസ്ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതാണോ ആ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ, ആ ജീനിനെ റിമൂവ് ചെയ്തതിന് ശേഷം ആരോഗ്യമുള്ള ഒരു ജീനിനെ അവിടെ വെച്ചു കൊടുത്താൽ പോരെ, ഒരു ഹെൽത്തി ജീനിനെ നമ്മളോട് ഇൻസേർട്ട് ചെയ്താൽ പോരെ. ഇതാണ് ശരിക്കും നമ്മൾ ഈ ജീൻ തെറാപ്പിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഇതുമായി ഇൻവോൾവ് ചെയ്ത ബാക്കി മെത്തേഡ്സ് എല്ലാം ഉണ്ട്. ഒരു ജീൻ ഡിഫക്റ്റിനെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡ്സിനെയും നമുക്ക് ജീൻ തെറാപ്പി എന്ന് വിളിക്കാം. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത് എന്താണ്? ഒരു നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ജീനിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഹെൽത്തി ആയ ഒരു ജീനിനെ ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജീൻ തെറാപ്പി എന്നാണ് നടന്നത്? ദ ഫസ്റ്റ് ജീൻ തെറാപ്പി ഇൻ 1990, 1990 ലോകത്തിൽ ആദ്യത്തെ ജീൻ തെറാപ്പി നടന്നത്. ട്രീറ്റഡ് എ 4-year-old വിത്ത് ADA ഡെഫിഷ്യൻസി. 4-year-old ഉള്ള ഒരു ഗേൾ ചൈൽഡിലാണ് ആദ്യമായിട്ട് ഇത് നടക്കുന്നത്. അവളുടെ ശരീരത്തിൽ രോഗമുണ്ടായിരുന്നു, ADA ഡെഫിഷ്യൻസി. അപ്പോൾ ലോകത്തിൽ ആദ്യമായി ജീൻ തെറാപ്പി നടത്തിയത് ഏത് ജനറ്റിക് ഡിസോർഡർ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു? ADA ഡെഫിഷ്യൻസി പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു. ADA ഡെഫിഷ്യൻസി, അഡിനോസിൻ ഡൈഅമിനേസ് ഡെഫിഷ്യൻസി, അതാണ് ADAയുടെ ഫുൾ ഫോം. അഡിനോസിൻ ഡൈഅമിനേസ് ഡെഫിഷ്യൻസി. അഡിനോസിൻ ഡൈഅമിനേസ് ഡെഫിഷ്യൻസി എന്നാണ് ADA ഡെഫിഷ്യൻസിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ADA ഡെഫിഷ്യൻസി റിസൾട്ട്സ് ഫ്രം എ ജീൻ ഡിലീഷൻ ക്രൂഷ്യൽ ഫോർ ഇമ്മ്യൂൺ ഫങ്ഷൻ. അപ്പോൾ ഈ ADA ഡെഫിഷ്യൻസി ഉണ്ടാകാൻ കാരണം ഒരു ജീനിൻ്റെ ഡെലീഷനാണ്. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂൺ ഫംഗ്ഷനിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ADA അഡിനോസിൻ ഡൈഅമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അത് WBC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസ് ഇമ്മ്യൂണൽ സിസ്റ്റത്തിൽ വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ആ സാധനത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് എന്തിന് കാരണം? ADA ഡെഫിഷ്യൻസിക്ക് കാരണം. ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ആർ നോട്ട് എൻറ്റയർലി ക്യൂറേറ്റീവ്, നെസസേറ്റിംഗ് പീരിയോഡിക് ഇൻഫ്യൂഷൻസ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇതിനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ എന്ത് ചെയ്യുക? ഈ ADA കുത്തിവെച്ച് കൊടുക്കുക, അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും നമ്മുടെ മുന്നിലില്ലായിരുന്നു. അതൊരു പെർമനൻറ്റ് ക്യൂർ ഒന്നും അല്ല, അല്ലേ? ദ ജീൻ തെറാപ്പി ഇൻവോൾവ്സ് ഗ്രോയിങ് പേഷ്യൻസ് ലിംഫോസൈറ്റ്സ്, ഇൻട്രൊഡ്യൂസിങ് ഫങ്ഷണൽ ADA cDNA ആൻഡ് റിട്ടേണിംഗ് ദം ഇൻ ടു ദ പേഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ജീൻ തെറാപ്പി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഷ്യൻറ്റിൻ്റെ ലിംഫോസൈറ്റുകളെ എടുത്തു, അതിനുശേഷം ആ ലിംഫോസൈറ്റിനകത്തേക്ക് ഫങ്ഷണൽ ADA cDNA ആഡ് ചെയ്തു. അതായത് ഇപ്പോൾ ADA ഡെഫിഷ്യൻസിക്ക് കാരണം എന്താ? അഡിനോസിൻ ഡൈഅമിനേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീൻ ഡിലീറ്റ് ആയി പോയതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫങ്ഷണൽ ആയിട്ടുള്ളൊരു അഡിനോസിൻ ഡൈഅമിനേസ് പ്രൊഡക്ഷൻ ജീൻ വെച്ചു കൊടുത്താലോ ആ ജീൻ വീണ്ടും ആ ഒരു ഡെഫിഷ്യൻസി മാറില്ലേ? ആ ഒരു ഡെഫിഷ്യൻസി മാറ്റാൻ വേണ്ടി നമ്മളപ്പോൾ എന്താ ചെയ്തത്? ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ജീനിനെ എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു? നമ്മുടെ ADA ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ADA ജീൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള WBCയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഫോർ എ പൊട്ടൻഷ്യൽ പെർമനൻറ്റ് ക്യൂർ എയർലി എംബ്രിയോണിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ADA ജീൻ ഐസൊലേറ്റ് ഈസ് സജസ്റ്റഡ്. അപ്പോൾ ഇത് കൃത്യമായി പെർമനൻ്റായി ഇത് ക്യൂർ ചെയ്യണമെങ്കിൽ ഇയർലി എംബ്രിയോണിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ADA ജീൻ, ഈ ADA ജീൻ ഇയർലി എംബ്രിയോണിക് പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം.
അല്ലാതെ വളർന്ന് വലുതായതിനു ശേഷം കുറച്ച് ലിംഫോസൈറ്റ് എടുത്ത് അതിനകത്ത് നമ്മൾ ഈ ജീൻ വെച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഡിലീറ്റായി പോയ ADA ജീൻ നിങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ADA cDNA എന്ന് പറയുന്ന ആ ഒരു ജീൻ നിങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കണം? ഏർലി എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കണം. ഓക്കെ, ഐസൊലേറ്റഡ് ഈസ് സജസ്റ്റഡ്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഈ പറയുന്ന ADA ഡെഫിഷ്യൻസിയുടെ മറ്റൊരു പെർമനൻറ്റ് ക്യൂർ എന്ന് പറയുന്നത്, അപ്പോൾ അത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജീൻ തെറാപ്പി അല്ലാതെ ADA ഡെഫിഷ്യൻസിക്കുള്ള ഒരു പെർമനൻറ്റ് ക്യൂറാണ് ഏതെന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യൂറേറ്റീവ് മെത്തേഡ് ഓഫ് ADA ഡെഫിഷ്യൻസി? ADA ഡെഫിഷ്യൻസിയുടെ ഒരു ക്യൂറേറ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. എലീസ, ഓട്ടോ റേഡിയോഗ്രാഫി, PCR, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ജീൻ തെറാപ്പി അല്ലാതെ, ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർലി എംബ്രിയോണിക് പീരീഡിൽ ചെയ്താലേ പറ്റത്തുള്ളൂ. ലിംഫോസൈറ്റ്സിനെ എടുത്ത് ആ ലിംഫോസൈറ്റ്സിൻ്റെ ഉള്ളിലേക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ADA cDNA ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഏർലി എംബ്രിയോണിക് പീരീഡിലാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പെർമനൻറ്റ് ക്യൂർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബോൺ മാരോ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഇൻ ഹ്യൂമൻ ബീയിങ് സർട്ടൻ ഡിസീസസ് ആർ കോസ്ഡ് ഡ്യൂ ടു ജനറ്റിക് ഡിസോർഡേഴ്സ്. നെയിം ദ മെത്തേഡ്സ് ദാറ്റ് അലൗസ് ദ കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫക്ട് ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ ചൈൽഡ് ഓർ എംബ്രിയോ. ചൈൽഡ്ഹുഡ് സ്റ്റേജിലോ എംബ്രിയോണിക് സ്റ്റേജിലോ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ജീൻ ഡിഫക്റ്റിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗത്തിൻ്റെ പേരെഴുതുക. എന്താണത്? ജീൻ തെറാപ്പി അല്ലേ? പറഞ്ഞുകൂടായോ? ജീൻ തെറാപ്പി. ഹൗ ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് AD അഡിനോസിൻ ഡൈഅമിനേസ് ഡെഫിഷ്യൻസി. എങ്ങനെയാണ് ഇത് അഡിനോസിൻ ഡൈഅമിനേസ് ഡെഫിഷ്യൻസിയുടെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്തത്? ലോകത്തിലെ ആദ്യത്തെ ജീൻ തെറാപ്പിയെക്കുറിച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഹിയർ ദ ലിംഫോസൈറ്റ്സ് ഓഫ് ദ പേഷ്യൻസ് ആർ കൾച്ചേർഡ് ഓർ കളക്റ്റഡ് and that is introduced with ADA cDNA അല്ലേ? അതിനുള്ളിലേക്ക് നമ്മൾ എന്ത് കടത്തി വിടുന്നു? ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു ADA cDNA. അത് എന്തുപയോഗിച്ചായിരിക്കും നമ്മൾ കടത്തി വിടുന്നത്? ഏത് വെക്ടർ യൂസ് ചെയ്തായിരിക്കും? അനിമൽ സെല്ലിലേക്ക് നമ്മൾ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെക്ടർ ആരാണെന്നാണ് പഠിപ്പിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ? റിട്രോ വൈറസ്. അതെ, റിട്രോ വൈറസ് ആണ്. പ്ലാന്റ് സെല്ലാണെങ്കിൽ അഗ്രോ ബാക്ടീരിയൻ ട്യൂമിഫേഷൻസ്, ഇവിടെ ആകുമ്പോൾ റിട്രോ വൈറസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ എന്താണ് ബയോളിസ്റ്റിക്സോ ഒക്കെ യൂസ് ചെയ്യാം. മൈക്രോ ഇഞ്ചക്ഷനാണ് നമ്മൾ സാധാരണ നോൺ വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡിൽ അനിമൽ സെല്ലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോളിക്കുലാർ ഡയഗ്നോസിസ്. അടുത്തതാണ് ബയോടെക്നോളജിയുടെ അടുത്ത ആപ്ലിക്കേഷനാണ് മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പരിശോധനകൾ. പലതരത്തിലുള്ള പരിശോധനകൾക്ക്. അപ്പോൾ അത് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ? ഒരു രോഗം ഏതാണ്, അല്ലെങ്കിൽ ഏത് പാത്തോജനാണ് ഒരു രോഗം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരു രോഗം ഒരാളുടെ ശരീരത്തുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാറുണ്ട്. അവിടെയും ബയോടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എലീസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ. അതൊരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്. എയ്ഡ്സിൻ്റെ ഒരു ടെസ്റ്റാണത്. എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ പഠിക്കേണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന എലീസയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. എന്താണ് എലീസയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്? ദാറ്റ് ഈസ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. അതുപോലെ അടുത്തൊരു ടെക്നിക്കാണ് PCR. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കോവിഡിൻ്റെയൊക്കെ RT-PCR ടെസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റിയൽ ടൈം PCR. എന്താണ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. RT-PCR ടെസ്റ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ കോവിഡ് വൈറസിൻ്റെ DNA ഉണ്ടോ എന്നാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്. RNA ഉണ്ടോ എന്നാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ? ഹിയർ ദ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് പാത്തോജൻ. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പാത്തോജൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്യുന്നു. ഹിയർ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ പാത്തോജൻ ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ്. അതുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കൊറോണ വൈറസിൻ്റെ രക്തത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അത്ര അധികമൊന്നും എൻ്റെ ബ്ലഡിൽ കാണത്തില്ല. ഞാൻ പക്ഷേ ഈ PCR വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ അതെന്ത് ചെയ്യും? അത് ഒരുപാട് മൾട്ടിപ്ലൈഡ് ആവും. ഒരുപാട് അധികമായിട്ട് അത് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈഡ് ആവും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് കോവിഡിൻ്റെ തന്നെ DNA ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് മോളിക്കുലാർ ഡയഗ്നോസിസ്. അപ്പം നമ്മൾ എലീസയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ്? അതെ, ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ ആണ്. എന്താണ് എലീസയുടെ ഫുൾ ഫോം? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ. ഇത് എന്തിൻ്റെ ടെസ്റ്റാണ്? എയ്ഡ്സ് HIV ടെസ്റ്റാണത്. അതുപോലെ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് പാത്തോജൻ. നമ്മുടെ രക്തത്തിൽ ഒരാളുടെ രക്തം എടുത്തുകൊണ്ട് RT-PCR ചെയ്താൽ അയാളുടെ അല്ലെങ്കിൽ PCR ചെയ്താൽ അയാളുടെ രക്തത്തിൽ ഏതെങ്കിലും പാത്തോജൻ്റെ DNA ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യപ്പെടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിയേ. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഈസ് ബേസ്
ബേസിസ് ഓഫ് ദ ടെക്നിക്ക് കോൾഡ് ഏതാണത്? ദാറ്റ് ഈസ് എലീസ, PCR, RNA ഇൻ്റർഫറൻസ്, ജീൻ തെറാപ്പി. ഏതാണ്? എലീസയാണ്. Fill in the blanks. A method of molecular diagnosis based on antigen-antibody interaction. വീണ്ടും അതേ ചോദ്യം തന്നെയാണ് എലീസ. നിരവധി പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് സാർ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളതുകൊണ്ട് 2 ചോദ്യം അവിടെ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ട്രാൻസ്ജീനിക് ആനിമൽസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്ജീനിക് ആനിമൽസ്. നോക്കിയേ, the animals that have had their DNA manipulated to possess and express an extra or foreign gene are known as transgenic animal. ഒരു അനിമലിൻ്റെ DNA മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു ഫോറിൻ ജീൻ അതിനെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്തരം അനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജീനിക് അനിമൽ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് അനിമൽസ്. അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസ്ജീനിക് അനിമൽസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ മക്കളെ, യൂസസ് ഓഫ് ട്രാൻസ്ജീനിക് അനിമൽസ്. നോർമൽ, ടു സ്റ്റഡി ദ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. നോക്കൂ, ഒരു ജീൻ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ജീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നെനിക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെൻറ്റും എനിക്ക് കണ്ടുപിടിക്കണം. അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം, ആ ജീൻ ഇല്ലാത്ത ഒരു ജീവിയുടെ DNA-യിലേക്ക് ഞാൻ എൻ്റെ ജീൻ കട്ട് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ജീവിയിൽ എന്ത് മാറ്റമാണോ വരുന്നത് അതാണ് ആ ജീനിൻ്റെ ഫംഗ്ഷൻ. നമുക്ക് പറഞ്ഞുകൂടായോ അങ്ങനെ? വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ജീനിൻ്റെയും ഫംഗ്ഷൻ പഠിച്ചുകൂടായോ? പക്ഷേ അതിൻ്റെ പിന്നിലൊരു എത്തിക്കൽ ഇഷ്യൂ ഉണ്ട്. കാരണം ആ ജീവിക്കും ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ പഠനത്തിന് വേണ്ടി നമ്മളൊരു ജീൻ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നോർമൽ ഫിസിയോളജിയും കാര്യങ്ങളും എല്ലാം മാറും. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ലല്ലോ അതിൻ്റെ ബോഡിയിലിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അത് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ബോഡിയിൽ വളരെ അപകടകരമായൊരു ജീനായിരിക്കും നമ്മൾ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്തിക്കലി അതിന് ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. എത്തിക്കൽ ഇഷ്യൂസൊക്കെ നമ്മൾ പിന്നീട് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവയുടെ യൂസസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ടു സ്റ്റഡി ദ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ പർട്ടിക്കുലർ ജീൻ, ഒരു ജീനിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെൻറ്റും പഠിക്കുക. അവയുടെ ജീനിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമുക്ക് ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഇനി ടു സ്റ്റഡി അബൌട്ട് എ ഡിസീസ്, ഒരു ഡിസീസ് എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. അതായത് ആ പാത്തോജനെ ആ ജീവിയിലേക്ക് കടത്തി വിട്ടാൽ മതി. അപ്പോൾ ആ ജീവിയുമായി ആ പാത്തോജൻ എങ്ങനെയാണ് പാരസൈറ്റിക്കായി മാറുന്നത്, ആ സെല്ലിൽ കയറി അത് എങ്ങനെയാണ് അതിൻ്റെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ആ ജീവിയെ വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ ദേഹത്തെങ്ങാണ് ഒരു പാത്തോജനെ എടുത്ത് കുത്തി വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇനി ബയോളജിക്കൽ പ്രോഡക്ട്സ്, ടു ഒബ്റ്റെയിൻ സം ബയോളജിക്കൽ പ്രോഡക്ട്സ്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ജീൻ ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് ഒരു ട്രാൻസ്ജീനിക് ആനിമൽസിൻ്റെ ശരീരത്തിൽ വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു പ്രത്യേക ബയോ പ്രോഡക്റ്റ് അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ വൈറ്റമിൻ എയുടെ ജീൻ എടുത്ത് നമ്മളൊരു കൗവിൻ്റെ എംബ്രിയോയിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കൗ വളർന്നു വരുമ്പോൾ അതിൻ്റെ മിൽക്കിൽ ചിലപ്പോൾ വൈറ്റമിൻ എ എൻറിച്ചഡ് ആയിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബയോ പ്രോഡക്ട്സുകളുടെ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ട്രാൻസ്ജീനിക് ആനിമൽസ് റോസി എന്ന് പറയുന്ന ഒരു കൗ ആണ് കേട്ടോ. ഇനി നമ്മൾ പറയും. ഇനി വാക്സിൻ സേഫ്റ്റി, ടു ടെസ്റ്റ് വാക്സിൻ സേഫ്റ്റി. ട്രാൻസ്ജീനിക് ആനിമൽസിൻ്റെ അടുത്ത ഉപയോഗമാണ് ടു ടെസ്റ്റ് വാക്സിൻ സേഫ്റ്റി. ഒരാളുടെ ശരീരത്തിൽ വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഏതെങ്കിലും അനിമലിൽ ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ജീനിക് ആനിമൽസിനെയാണ്. ഓക്കെ, ഇനി കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ചില മരുന്നുകൾക്കകത്തൊക്കെയുള്ള കെമിക്കലുകൾ ഓക്കെ ആണോ, നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത്രയും ഉപയോഗങ്ങൾ, 5 ഉപയോഗങ്ങൾ, ട്രാൻസ്ജീനിക് ആനിമൽസിൻ്റെ 5 യൂസസ് ആണ് ഇവിടെ പറയുന്നത്. ടു സ്റ്റഡി ദ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ജീൻ, ആൻഡ് ടു സ്റ്റഡി അബൌട്ട് എ ഡിസീസ് ഓർ അറ്റാക്ക് ഓഫ് എ പാത്തോജൻ ഇൻ എ സെൽ. ഒരു സെല്ലിനകത്ത് ഒരു പാത്തോജൻ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാൻ. അതേപോലെ ടു ഒബ്റ്റെയിൻ സം ബയോളജിക്കൽ പ്രോഡക്ട്സ്, ചില ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ നമുക്ക് കിട്ടാൻ. അതേപോലെ ടെസ്റ്റ് വാക്സിൻ സേഫ്റ്റി, ഒരാളുടെ ശരീരത്തിൽ വാക്സിൻ പരീക്ഷിച്ച് നോക്കാൻ, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജീനിക് ആനിമൽസിൽ പരീക്ഷിച്ച വാക്സിനുകളാണ് മനുഷ്യനിൽ പിന്നീട് ഉപയോഗിക്കുന്നത്. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഒരു ചോദ്യമാണ്, നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജീനിക് കൗ. ലോകത്തിലാദ്യത്തെ ട്രാൻസ്ജീനിക് കൗവിൻ്റെ പേര് എഴുതുക. റോസി എന്നാണ് ആ കൗവിൻ്റെ പേര്, റോസി. ഓക്കെ, ഇനി fill in the blanks. Animals that have their DNA altered and express a foreign gene is known as transgenic animals or genetically modified animals. നമുക്കിപ്പോൾ തൽക്കാലം ടെക്സ്റ്റ് ബുക്കിലെ പേര് തന്നെ എഴുതാം, ട്രാൻസ്ജീനിക് ആനിമൽസ് അല്ലേ. ഒരു ജീവിയുടെ ശരീരത്തെ ജനറ്റിക് മെറ്റീരിയൽ എന്തെങ്കിലും മാറ്റം വരുത്തിയ ജീവിയെ അല്ലെങ്കിൽ ജന്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചില എത്തിക്കൽ ഇഷ്യൂസിലേക്കാണ് അടുത്ത നമ്മൾ പോകുന്നത്.
എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ട്രാൻസ്ജീനിക് അനിമൽസിനെ യൂസ് ചെയ്ത് പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നു. ചില ജീനുകളുടെയൊക്കെ പഠനത്തിന് വേണ്ടി കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം കൺട്രോൾഡ് ആക്കണം. കാരണം എല്ലാ ജീവികൾക്കും ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയ്ക്ക് വേണ്ടി ഒരുപാട് ജീവികളെ കൊന്നൊടുക്കുക, അതിന് ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ് നമ്മളായിട്ട് നിഷേധിക്കുക എന്ന് പറയുന്നത് അത് അൺലിമിറ്റഡായി ചെയ്യാൻ അനുവദിക്കരുത്. ആവശ്യമെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാവൂ. അപ്പോൾ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഏജൻസി ഉണ്ട്. അതായത് ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട എത്തിക്കൽ ഇഷ്യൂസ് ഒരു പരിധി വരെ കുറയ്ക്കുവാൻ വേണ്ടി നമുക്കൊരു ഏജൻസി ഉണ്ട്. ദാറ്റ് ഏജൻസി ഈസ് കാൾഡ് ജിയാക്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അപ്പോൾ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട എത്തിക്കൽ ഇഷ്യൂസിന് പരിഹാരം കാണാനുള്ള ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത് ജിയാക് എന്ന് പറയുന്നത്. അപ്പോൾ അനാവശ്യമായി ഇത്തരം ജീവികളെ കൊല്ലുന്നതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ നിരോധിച്ചിട്ടുണ്ട്. ജിയാക്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ. എന്നാൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പല എത്തിക്കൽ ഇഷ്യൂസും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബയോപൈറസി. പരീക്ഷയ്ക്ക് ചോദിക്കും ബയോപൈറസി. എന്താണ് ബയോപൈറസി? പൈറസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ബയോപൈറസി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബയോളജിക്കൽ റിസോഴ്സിനെ മോഷ്ടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക പ്ലാന്റിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു, ഒരു ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ആ ഒരു കണ്ടുപിടുത്തത്തെ വേറൊരാൾ സ്വന്തമാക്കിയെടുക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോപൈറസി. നോക്കൂ മക്കളെ, ദ ബയോപൈറസി ഈസ് ദ ടേം യൂസ്ഡ് ടു റെഫർ ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻ ഫ്രം ദ കൺട്രീസ് ആൻഡ് പീപ്പിൾ കൺസേൺഡ് വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിള ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ബയോടെക്നോളജി യൂസ് ചെയ്ത് ഞാനൊരു വിള കണ്ടുപിടിച്ചു, ഒരു പുതിയ ക്രോപ്പ് കണ്ടുപിടിച്ചു. ആ ക്രോപ്പിനെ എൻ്റെ അനുമതിയോടുകൂടി വേണം ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ, കൊമേഴ്ഷ്യലി അതിനെ മാർക്കറ്റ് ചെയ്യാൻ. എന്നാൽ എന്നോടൊന്നും പറയാതെ ഞാൻ എന്ത് ചെയ്യുന്നു, കുറേ മൾട്ടിനാഷണൽ കമ്പനീസ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് ബയോപൈറസി എന്ന് പറയുന്നത്. പലപ്പോഴും അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യൻ കർഷകർ വികസിപ്പിച്ചെടുത്ത ബസുമതി റൈസ് എന്ന് പറയുന്ന ഒരു റൈസ്. പിൽക്കാലത്തൊരു മൾട്ടിനാഷണൽ കമ്പനി എന്ത് ചെയ്തു, അവരുടെ കണ്ടുപിടുത്തമാണ്, ബയോടെക്നോളജിയിലൂടെ അവർ കണ്ടുപിടിച്ചതാണ് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയുണ്ടായി. ഇതൊരു ബയോപൈറസിക്ക് ഒരു എക്സാമ്പിളാണ്. ശരിക്കും നമ്മുടെ കർഷകർ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ബസുമതി റൈസ്. പക്ഷേ ബസുമതി റൈസ് വെറൈറ്റിയെ പിന്നീട് ചില മൾട്ടിനാഷണൽ കമ്പനീസ് ബയോപൈറസിയിലൂടെ കൊണ്ടുപോയി എന്നുള്ളത് ഒരു കേസാണ്. നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ബയോപൈറസി ഇഷ്യൂ ആണത്. അതിനെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് കൺട്രീസിൽ അവിടെയുള്ള ട്രഡീഷണൽ പീപ്പിൾസിനോടോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളോടൊന്നും ഒരു തരത്തിലുള്ള കൺസേണും ഇല്ലാതെ, അവർക്ക് ഒരു കോമ്പൻസേറ്ററി പേയ്മെൻറ്റും കൊടുക്കാതെ അവരുടെ കണ്ടുപിടുത്തങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനെ നമ്മൾ പറയുന്ന പേര്, ബയോ റിസോഴ്സസിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോപൈറസി എന്ന് പറയുന്നത്. ഓക്കെ. അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ഉണ്ട്. ഇൻ 1997 an American company got patent rights to basmati rice through US Patents and Trademark Office. Variety of basmati has actually been derived from Indian farmers variety. ഓക്കെ. ഈ ബസുമതി അരി ശരിക്കും കണ്ടുപിടിച്ചത് ഇന്ത്യൻ ഫാർമേഴ്സിൻ്റെ ചില വെറൈറ്റിയെ പരസ്പരം ബ്രീഡ് ചെയ്തിട്ടാണ്. ആൻഡ് ഇഫ് സോ വാട്ട് ഈസ് ബയോപൈറസി? ഇങ്ങനെയാണെങ്കിൽ എന്താണ് ബയോപൈറസി? ബയോപൈറസി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്താ ബയോപൈറസി? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ഓർ അതർ ഓർഗനൈസേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻ ഫ്രം ദ കൺട്രീസ് ആൻഡ് പീപ്പിൾ കൺസേൺഡ് വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. ഇതല്ലേ ബയോപൈറസി. ഇനി ഇവിടുന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു അവസാനം ഞാൻ ഒരു ക്വസ്റ്റൻ ആഡ് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ കുറേ ടേംസിൻ്റെ ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. PCR എന്താണ്? PCR ഫുൾ ഫോം പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ. അടുത്താണ് എലീസ. എന്താണ് മക്കളെ എലീസയുടെ ഫുൾ ഫോം? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. അടുത്താണ് ജിയാക്, GEAC. പറഞ്ഞോ, ജിയാക്കിൻ്റെ ഫുൾ ഫോം പറഞ്ഞോളൂ. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അതുപോലെ എന്താണ് GMO? അടുത്താണ് GMO, ജനറ്റിക്കലി
മോഡിഫൈഡ് ഓർഗാനിസം. ശരിയല്ലേ മക്കളെ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. 4 മാർക്കിൻ്റെ ചോദ്യമുണ്ട് അല്ലേ? ഓർഗാനിസം. അപ്പോൾ ഇത്രയുമാണ് ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമുക്കിനി ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നമ്മൾ കവറപ്പ് ചെയ്തു. ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സാർ ഒരു കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.